നമ്മളിപ്പോൾ ഉള്ളത് കൊട്ടക്കാനം AUP സ്കൂളാണ് കേട്ടോ. ശ്രീദർശൻ ദേവോട്ട് പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ നമ്മൾ ടൂറിന് പോവാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് ടൂറ് പോവാണ്. അപ്പോൾ LKG UKG 1 2 3 ക്ലാസ്സിലെ കുട്ടികളെ കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. പേരൻസും ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് എവിടേക്കാന്ന് വെച്ചാൽ കണ്ണൂർ കോട്ട, ഡിസ്നി വേവ്സ്, പയ്യാമ്പലം ബീച്ച്, ഈ 3 സ്ഥലത്തേക്കാണ് പോകുന്നത്. 1 ഡേ ടൂറാണ്. ഇപ്പോൾ വരുന്നത് ദേവോട്ടൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പോൾ നമ്മൾ കണ്ണൂർ കോട്ടയിൽ എത്തിയിട്ടുണ്ട്. സെൻറ് ആഞ്ചലോസ് കോട്ടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കവാടത്തിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. വലിയ ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കണം, ചെറിയ കുട്ടികൾക്ക് വേണ്ട. പിന്നെ അവിടെ മുന്നിൽ തന്നെ കോട്ടേൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഉള്ളിൽ കയറി എന്തെല്ലാം കാണാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കോട്ടേൻ്റെ കവാടാണേ. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടന്നു വന്ന സമയത്ത് കുറേ കസേരയും കാര്യങ്ങളൊക്കെ കണ്ടു. അത് വാട്ടർ ഡാൻസ് ഉണ്ടായിരുന്നു പോലും മുന്നേ, ഇപ്പോഴില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഇരിക്കേണ്ട കസേരയ്ക്കാണ്. ഇപ്പോൾ അത് മഴയും വെയിലൊക്കെ കൊണ്ടിട്ട് ആകെ പോയിട്ടുണ്ട്. ഈ സ്ഥലം കാണുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ എൻ്റെ ശ്രീകാട്ടിൻ്റെയും കല്യാണത്തിൻ്റെ ഔട്ട്ഡോർ ഷൂട്ടിന്, വീഡിയോ ഷൂട്ടിന് വന്നത് ഇവിടെയാണ്. അപ്പോൾ സ്ഥലമൊക്കെ കാണുമ്പോൾ ആ ഒരു ഓർമ്മയും കൂടി വരുന്നുണ്ട്. നടന്ന് ബീച്ചിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ നല്ല വെയിലായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടുണ്ടായി അയ്യോ വെയിലെല്ലാം കൊണ്ട് പൊരിഞ്ഞ് നടക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. പക്ഷേ വെയിലുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും നല്ല സുഖം ഉണ്ടായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ കാറ്റും മരങ്ങളെല്ലാം ആയിട്ട് അത്ര എന്താ പറയുക ഒരു ക്ഷീണമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അത് കുട്ടിയൊക്കെയായാലും വലിയക്കായാലും ആർക്കും അത്ര വലിയൊരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു. ഈ കടലിൻ്റെ ഇവിടുന്ന് കടലിൻ്റെ അടുത്തോട്ടുള്ള വ്യൂ സൂപ്പർ ആയിരുന്നു. അവിടുന്ന് നമ്മൾ നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങി. നമ്മൾ മാത്രമല്ല കേട്ടോ, വേറെ സ്കൂളിൽ നിന്നും ഈ ഒരു കോട്ടയിലേക്ക് കുട്ടികൾ വന്നിട്ടുണ്ടായി. ടീച്ചേഴ്സും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായി. ഈ ഒരു സ്ഥലം ഏകദേശം എല്ലാ ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടാവും. മറ്റേ അമൃതം സിനിമയിൽ ഓസൈനാബ എന്നുള്ള പാട്ട് ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ഇത് പണ്ട് മറ്റേ ജയിലാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായി. നമ്മൾ ഈ ഒരു കോട്ടയിൽ അധികം നേരം നിന്നിട്ടുണ്ടായില്ല. കാരണം ഡിസ്നി പാർക്കിലേക്ക് പോകേണ്ട ടൈം ആയിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ കുട്ടികൾക്ക് കൊണ്ടുവന്ന സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായി. കാരണം പാർക്കിൽ നിന്ന് ഫുൾ കളിയൊക്കെ ആയിരിക്കൂലേ, അതുകൊണ്ട് കുട്ടികൾക്ക് സ്നാക്സൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ കയറി കേട്ടോ. ദർശുട്ടി നല്ല ആക്റ്റീവ് ആയിരുന്നു ഡാൻസ് കളിക്കാനും. അത് എല്ലാ ആൾക്കാരും കേട്ടോ, കുട്ടികളും പേരൻസും ടീച്ചേഴ്സൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു.
പയ്യാമ്പലം ബീച്ചിന്റെ അടുത്താണ് ഈ ഒരു ഡിസ്നി പാർക്ക് ഉള്ളത്. അപ്പോൾ ബീച്ച് റോഡിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മള്. അങ്ങനെ നമ്മൾ ഡിസ്നി വേവ്സിലെത്തി. നമ്മൾ ആകാശത്തൊട്ടിൽ കയറാൻ നിൽക്കുമെന്നേ. ഇത് ആകാശത്തൊട്ടിൽ ഏറ്റവും മേലെ നിൽക്കുമ്പോഴുള്ള വ്യൂ ആണ്. ഭയങ്കര സൂപ്പർ ആയിരുന്നു. പാരഷൂട്ടി ഒരു പേടിയില്ലാണ്ട് ഇരുന്നിനെ. ഇത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, നിമ്യ. ഇത് അവിടുത്തെ ഗെയിം സോൺ ആണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണേ. ഇതെന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും ചെറിയ കുട്ടികളും ഒരുപോലെ എൻജോയ് ചെയ്ത സ്ഥലമാണ് കേട്ടോ.
പാർക്കുന്നൊരു സന്ധ്യ ആകുമ്പോഴത്തേക്ക് നമ്മൾ ബീച്ചിലോട്ട് പോയിട്ടുണ്ടായി. ബീച്ചിൽ കുറച്ച് സമയം നിന്നതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ടൂറിൻ്റെ വിശേഷം. നമ്മുടെ ജസ്റ്റ് ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്തു മാത്രം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ.